ദൈവത്തിന് സ്തുതി. എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 10-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. എസ്തേറിന്റെ പ്രാർത്ഥന. എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയിലേക്ക് അധീനയായി കർത്താവിങ്കിലേക്ക് ഓടി. അവൾ വസ്ത്ര ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും വസ്ത്രം ധരിച്ചു. വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തലമൂടി. ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തി. അഹങ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് മറച്ചു. അവൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. അപകടം എൻ്റെ കൈപ്പത്തിയിലെത്തിയിരിക്കുന്നു. കർത്താവേ, അങ്ങ് സകല ജനതകളിൽ നിന്നും ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു എന്നും ഞങ്ങളുടെ പിതാക്കന്മാരെ അവരുടെ പൂർവികന്മാരിൽ നിന്ന് ഒരു ശാശ്വത അവകാശമായി തിരഞ്ഞെടുത്തുവെന്നും അവരോട് വാഗ്ദാനം ചെയ്തതെല്ലാം അങ്ങ് നിറവേറ്റിയെന്നും ജനനം മുതലേ ഞാൻ കുടുംബഗോത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ മുൻപിൽ പാപം ചെയ്തിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഞങ്ങളുടെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കാരണം ഞങ്ങൾ അവരുടെ ദേവന്മാരെ മഹത്വപ്പെടുത്തി. കർത്താവെ, അങ്ങ് നീതിമാനാണ്. ഞങ്ങൾ അതികഠിനമായി അടിമത്തം അനുഭവിക്കുന്നത് കൊണ്ട് മാത്രം അവരിപ്പോൾ തൃപ്തരാകുന്നില്ല. അങ്ങ് കൽപ്പിച്ചവയെ ഇല്ലാതാക്കാനും അങ്ങയുടെ അവകാശം നശിപ്പിക്കാനും അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങളെ തടയുവാനും അങ്ങയുടെ ബലിപീഠത്തെ അഗ്നി കെടുത്താനും ബലിപീഠത്തിലെ അഗ്നി കെടുത്താനും അങ്ങയുടെ ഭവനത്തിന്റെ മഹത്വം ഇല്ലാതാക്കാനും വ്യർത്ഥ വിഗ്രഹങ്ങൾക്കൊക്കെ സ്തുതി പാടാൻ ജനതകളുടെ അധരങ്ങൾ തുറക്കാനും മർത്യനായ ഒരു രാജാവിനെ എന്നേക്കും മഹത്വപ്പെടുത്താനും അവർ തങ്ങളുടെ വിഗ്രഹങ്ങളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു. കർത്താവേ, അസ്വസ്ഥമില്ലാത്ത ഒന്നിന് അങ്ങയുടെ ചെങ്കോൾ അടിയറ വെക്കരുതേ. ഞങ്ങളുടെ പതനത്തിൽ ഞങ്ങളെ പരിഹസിക്കാൻ അവരെ അനുവദിക്കരുതേ. അവരുടെ പദ്ധതി അവർക്കെതിരെ തിരിക്കണമേ. ഞങ്ങൾക്കെതിരെ ഇങ്ങനെ തുനിഞ്ഞവനെ മറ്റുള്ളവർക്ക് ഒരു പാഠമാക്കണമേ. കർത്താവേ, അങ്ങ് ഇതെല്ലാം ഓർക്കണമേ. ഞങ്ങളുടെ ഈ കഷ്ടതയുടെ ദിനങ്ങളിൽ അങ്ങയെ വെളിപ്പെടുത്തണമേ. ദേവന്മാരുടെ രാജാവായ സകല അധികാരത്തിന്റെയും അധിപനെ എനിക്ക് ധൈര്യം പകരണമേ. സിംഹാസനത്തിന്റെ മുമ്പിൽ എനിക്ക് ഭാഷണ ചാതുര്യം നൽകണമേ. ഞങ്ങൾക്കെതിരെ പൊരുതുന്നവനെ വെറുക്കേണ്ടതിന് അവന് മനമാറ്റം വരുത്തണമേ. ശത്രുവും അവനോടുകൂടെ ചേർന്നവരും നശിച്ചു പോകട്ടെ. ഞങ്ങളെ അങ്ങയുടെ കരത്താൽ രക്ഷിക്കണമേ. കർത്താവെ, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമേ. അങ്ങ് എല്ലാം അറിയുന്നുവല്ലോ. ഞാൻ ദുഷ്ടന്മാരുടെ പ്രതാപത്തെയും അപരിച്ഛേദിന്റെയും വിദേശിയുടെയും കിടക്ക് എന്നും വെറുക്കുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. അപരിഹാര്യമായ എൻ്റെ അവസ്ഥ അങ്ങ് അറിയുന്നു. ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ശിരസിൽ അണിയുന്ന എൻ്റെ ഉന്നത സ്ഥാനത്തിന്റെ ചിഹ്നത്തെ ഞാൻ വെറുക്കുന്നു. ഞാൻ അതിനെ മലിനമായ പഴന്തുണി പോലെ വെറുക്കുന്നു. ഔദ്യോഗികമല്ലാത്ത അവസരങ്ങളിൽ ഞാൻ അത് ധൈര്യക്കുന്നില്ല. അങ്ങയുടെ ദാസി ഹമാന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല. രാജാവിന്റെ വിരുന്നുകളെ ഞാൻ ബഹുമാനിച്ചിട്ടില്ല. വിഗ്രഹ അർപ്പിതരായ വീഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല. അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ, എന്നെ അവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങനല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു. എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ, ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ. തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ.
പ്രിയമുള്ളവരെ, എസ്തേർ രാജ്ഞി തന്റെ ജനതയ്ക്ക് വേണ്ടി, മുഴുവനും കൊല ചെയ്യപ്പെടാൻ പോകുന്ന ജനത്തിനു വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളും ഇതുപോലെ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്.